എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ അടുത്ത വീഡിയോയുമായി ഇതാ വരുന്നു. ഞാൻ പറഞ്ഞില്ല ഞാനിപ്പോൾ അടുത്ത വീഡിയോയുമായി വരാമെന്ന്. അപ്പോൾ നിങ്ങൾ കാണുക. അതായത് ഞാനിപ്പോൾ ലേഡീസിനോട് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നല്ല കാര്യമാണ്. അത് മക്കൾക്കാണേലും ചെയ്യാം, ചുമ്മാ ഇരിക്കുന്ന മക്കൾക്കാണേലും ചെയ്യാം. അപ്പം നമുക്ക് ഒന്നുമില്ലാത്ത ആൾക്കാർക്ക് നമ്മൾ എന്ത് കുഴിച്ചു വെച്ചാലും ഉണ്ടാകും എന്നുള്ളൊരു തെളിവാണിത്. നമ്മൾ വിഷങ്ങൾ വാങ്ങിച്ച് തിന്നരുത്. നമുക്ക് ഒരു മിനിറ്റ് മതി മക്കളെ. നമുക്ക് ഒരു ഇനി കിളയ്ക്കാൻ ബുദ്ധിമുട്ടാണ്, പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. നിങ്ങളൊരു വാക്കത്തി എടുത്തിട്ടാണേലും നിങ്ങളത് മണ്ണ് മാന്തിയിട്ട് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ് ആ വേസ്റ്റ് സാധനങ്ങൾ ഇട്ടാൽ അത് നല്ലതായിട്ട് കായ്ക്കും. നിങ്ങളിപ്പോൾ കാണുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടും എന്നുള്ള വിശ്വാസത്തോടു കൂടി തുടങ്ങാം. ഇത് നമ്മൾ ടാങ്കിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് പിടിക്കും കേട്ടോ. അതാ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതിങ്ങനെ കുറ്റി പിടിച്ച് വെക്കും. ഇത് ഞാൻ ചുമ്മാ കുഴിച്ച് വെച്ച താമര പോലത്തെ ഒരു ചെടിയാണേ. ചുമ്മാ കുഴിച്ച് വെച്ച എന്തോരം പൂ ഉണ്ടായെന്നറിയും. ഇപ്പോൾ അതെല്ലാം വെട്ടിക്കളഞ്ഞു. ഇത് കണ്ടോ, അതെല്ലാം ഇപ്പോൾ വെട്ടിക്കളഞ്ഞിട്ട് ഇപ്പം കിളുത്ത് വരുന്ന ഇത്. ഇവിടെ നിറച്ച് പൂക്കളായിരുന്നു, അത് വെട്ടിക്കളഞ്ഞു. അതുപോലെ ഇവിടെ ആദ്യം ഒരു ചോട് ഞാൻ ജാർഖണ്ഡിൽ പോയപ്പോൾ ജാർഖണ്ഡിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഈ എവിടെ കണ്ടാലും ഞാൻ ഈ ഇങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ അതിൻ്റെ തൈകൾ എടുക്കും. അപ്പോൾ ജാർഖണ്ഡിൽ പോയപ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന കോവലാണിത്. ഈ കോവൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ആയിട്ടായിരുന്നു അതിൻ്റെ ചോട്. ഇത് ഇവിടെ ആ ചോടിനെ മൊത്തം നമ്മൾ അതിൻ്റെ തണ്ട് വെട്ടിയപ്പോൾ അത് ഉണങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ ഭാഗ്യത്തിന് ഞാനത് വെട്ടി മാന്തി ഇപ്പുറത്തേക്ക് വെച്ചു. ഇതുകൊണ്ട് അതിൻ്റെ തണ്ട്. ഇതാണ് കോവൽ. ഇപ്പം ഞാൻ വരുമ്പോൾ ഇവിടെ വീട്ടിൽ ആരും വെള്ളം ഒഴിച്ച് കൊടുക്കാനില്ലാത്തതുകൊണ്ട്, എനിക്ക് 3 ആൺകുട്ടികളാണ് കേട്ടോ. അപ്പം വെള്ളം ഒഴിച്ച് കൊടുക്കാനില്ലാത്തതുകൊണ്ട് അവർ ജോലി പിന്നെ മക്കൾക്ക് അതിന് നേരമില്ല കേട്ടോ. അവർ അവരുടേതായ കാര്യങ്ങളുമായിട്ട് നടക്കുന്നതുകൊണ്ട് ഇവിടെ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ ആളില്ലാത്തതിൻ്റെ പേരിൽ അപ്പം ഞാൻ ആ കോവൽ ഇങ്ങനെ നട്ട് വെച്ച് പോയി. ഇതൊരു 5 മാസം മുന്നേ ഞാൻ നട്ടതാണ് കേട്ടോ. അപ്പോൾ ഒരു 1, 2, 3 കാവച്ച ഉണ്ടാവുള്ളായിരുന്നു. ഇപ്പോൾ ഈ 10 ദിവസം കൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ദിവസവും ഞാൻ 4-5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കും. ഇതാണ് കോവൽ. ഇങ്ങനെ വല കെട്ടിക്കൊടുക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നട്ട് കൊടുത്ത് വല കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അപ്പം വരുമ്പോഴൊരു കുറച്ച് കായ ഉള്ളായിരുന്നു. ഉള്ള സത്യം പറയല്ല, ഞാൻ 2 ദിവസം കൂടുമ്പോൾ ഇപ്പോൾ വന്നിട്ട് കാവറിക്കുന്നുണ്ട്. ഞാൻ ഓരോ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കും. അപ്പോൾ ആ ഓരോ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും എനിക്ക് ഇതുപോലെ കോവയ്ക്ക പറിക്കാൻ കിട്ടും കേട്ടോ. കോവയ്ക്ക ഉണ്ടോ? ഇത് കോവയ്ക്കയാണ്. ഇത് കണ്ടോ, ഞാനിപ്പോൾ പറിക്കുക. ഇത് കോവയ്ക്ക ഉണ്ടോ? ഇങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. ഇത് ഇന്നലെ ഞാൻ പറിച്ചതാണ് കേട്ടോ. ഇന്നലെ പറിച്ച് ഞാൻ കറി വെച്ചതാണ്. ഇപ്പോൾ ഇവിടുത്തെ നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ, ഇന്നലെ ഒരു ചെറിയ മഴ പെയ്തു. അപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റും. കണ്ടോ, ഇത് ചുമ്മാ നമുക്കൊരു നഷ്ടവുമില്ല. നമ്മൾ വെള്ളം പിടിക്കുന്നതിൻ്റെ അവിടെ ഇങ്ങനെ ഒരു 2-3 തണ്ട് നട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ തണ്ട് നട്ട് കഴിഞ്ഞ് അതിലേക്ക് വല ആ തണ്ട് കയറി വല കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കോവയ്ക്ക പറിക്കാൻ പറ്റും. ഇത് കണ്ടോ, ഇതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് കാണൂ. ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. അതുപോലെ കാന്താരിമുളക് നട്ട് വെച്ചേക്കുന്ന ഇതൊക്കെ ഞാൻ ചുമ്മാ ഇരിക്കുമ്പോൾ പാകുന്നതാണ്. പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ കമുക് ഇതുണ്ട്, എല്ലാം പഴുത്ത് നിൽക്കുന്ന കമുകുകളാണ് ഇഷ്ടം പോലെ ഉണ്ട്. താഴോട്ട് മുഴുവൻ കമുകും തോട്ടം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ പഴുത്ത് നിൽക്കുന്ന കാണാം. അതും ഞാൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചോട്ടിൽ കൂടെ കിടക്കുമായിരുന്നു. ആരും പറക്കാനില്ല. ഞാൻ അതെല്ലാം പറക്കി ഞാൻ വെയിലത്തിട്ട് ഉണങ്ങിയതും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പറക്കിയിട്ട് കൊണ്ടുവന്ന് ഞാൻ കുറച്ച് കൊട്ടപ്പാക്കുണ്ടായിരുന്നു, അത് പൊളിച്ച് കഴിഞ്ഞ ദിവസം കൊണ്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഇത് കണ്ടോ. അപ്പം അടുത്ത വീഡിയോ ഞാനിപ്പോൾ വരാം. ഓക്കെ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പം നിങ്ങൾ ഇതുപോലെ കോവൽ വെക്കുക. അപ്പം ഞാൻ മീൻ കറി വെക്കുന്ന കാര്യം പറഞ്ഞല്ലോ, മത്തി. അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരാം. അപ്പം നിങ്ങൾ കാണുക. ഈ കോവയ്ക്ക വെക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണേലും വെക്കാം. എന്ത് ടേസ്റ്റാണെന്നറിയാം. ഇത് ചെറുകെ വട്ടത്തിൽ അരിഞ്ഞിട്ട് കഴുകി വാരിയെടുക്കുക. ഇനി ചെറിയ കറയുണ്ടല്ലോ, കഴുകി വാരിയെടുത്ത് വെച്ചിട്ട് കുറച്ച് മുളക് തിരുമ്മിയിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മളത് മാറ്റി വെക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് വറുത്തെടുത്ത് എന്താ ടേസ്റ്റ് എന്നറിയാമോ. അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഇതിനെ കുഞ്ഞാക്കി അരിയണം. ചെറുകെ അരിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ
ഒന്നോ രണ്ടോ സവോള കൊത്തി അരിഞ്ഞിട്ടിട്ട് ഒരു മുളക് എടുക്കുക, അതും അരിഞ്ഞിട്ടിട്ട് പിന്നെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതും അരിഞ്ഞിടുക, കരിയാപ്പില ഇടുക. എന്നിട്ട് നമ്മളിത് ഇളക്കി നല്ലപോലെ വെച്ച ശേഷം ചീനിച്ചട്ടി അടുപ്പേ വെച്ചിട്ട് കടുക് പൊട്ടിക്കഴിയുമ്പോൾ കടുക് നല്ലപോലെ മൂപ്പിച്ച് പൊട്ടിക്കുക. ഒരു പത്തലമുളക് ഉണ്ടെങ്കിൽ, ചുമന്ന മുളകുണ്ടെങ്കിൽ അത് മുറിച്ചിടുവാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും. അത് പൊട്ടിക്കഴിയുമ്പോൾ നമ്മളിത് അവിടെ തട്ടിപ്പൊത്തി വെക്കുക. ഇത് വേകാൻ വേണ്ടി ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കണം കേട്ടോ. കോവയ്ക്ക ഇച്ചിരി വേവുണ്ടല്ലോ, ഒരു ശകലം വെള്ളം ഒഴിക്കാവുള്ളൂ, ഒത്തിരി ഒഴിക്കരുത്. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തീയ വെക്കുക, തട്ടിപ്പൊത്തി വെക്കുക, അവിടെ തന്നെ നിൽക്കുക. അത് കഴിഞ്ഞ് വെച്ചിട്ട് വെന്ത് വെള്ളം പറ്റിയെന്ന് കരുതുമ്പോൾ നമ്മൾ തേങ്ങ ചിരണ്ടി വെച്ചത് നല്ലപോലെ ഒന്ന് ഒതുക്കിയെടുക്കുക. ഒതുക്കി എന്ന് പറഞ്ഞാൽ ചതച്ചെടുക്കരുതല്ല, കൈ കൊണ്ട് തിരുമ്മിയാലും മതി. എന്നിട്ട് ആ ചട്ടിയിലേക്ക് ഇടുക. എന്നിട്ട് നമ്മളൊന്ന് ഇളക്കിയിട്ട് നമ്മൾ ആ തോരനൊന്ന് കൂട്ടി നോക്കുക, എന്ത് ടേസ്റ്റാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ കോവയ്ക്ക. നിങ്ങൾ കണ്ടോ കണ്ടോ, ഞാൻ ഇതുപോലെ പറിക്കാൻ പറ്റും. ഇതാ, ഞാൻ കള്ളം പറയുന്നില്ല, ഇതാണ് കണ്ടോ, ഇതുപോലെ നമുക്ക് കോവയ്ക്ക പറിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. അപ്പം നിങ്ങളതുപോലെ സഹകരിക്കാമെന്നല്ല, നിങ്ങളെല്ലാവരും ശ്രമിച്ച് നോക്കുക. നമുക്ക് ചക്ക വേറെ കായ്ക്കുമെന്ന് പറയുന്ന സത്യമാണ്. നമ്മൾ എന്ത് കുഴിച്ച് വെച്ചാലും നമുക്ക് എടുക്കാം. നമ്മളിപ്പോൾ ഇത്രയും കോവയ്ക്ക കടയിൽ വാങ്ങിക്കണം 100 രൂപ കൊടുക്കണ്ടേ? 100 രൂപ കൊടുക്കണം. അപ്പോൾ ഇന്നലെ ഞാൻ വെച്ചു, ഇപ്പം ഞാൻ വന്ന് പറിച്ചതാണ്. ഇനി ഇത്ര പറിക്കാനുണ്ട്, ഞാനത് എല്ലാം കൂടെ പറിച്ചത് കണ്ടോ, എല്ലാം കൂടെ പറിച്ച് നാശമാക്കണ്ടല്ലോ എന്ന് കരുതി പറിക്കാത്തതാണ്. ഇതാ ഇവിടെ എല്ലാം നിൽപ്പുണ്ട്. ഇതുകൊണ്ട് മൊത്തം കോവയ്ക്കായ. ഞാൻ എന്നും 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കും ചുവട്ടിൽ. ദൈവം അതിന് എനിക്ക് തക്കതായിട്ടുള്ളത് ആദായം എനിക്ക് തരും. അതാണ്. അപ്പോൾ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥനയോടെ. ഓക്കേ.